ഇന്ന് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി ആയാലോ. അപ്പം അടിപൊളി ഈ ചെമ്മീൻ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഉണക്ക കൊഞ്ച്. അപ്പം അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു ചീനിച്ചട്ടിയിലിട്ട് വറുക്കാനായിട്ട് ഇടാം. അപ്പം വറുക്കാനായിട്ട് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അത് വറുത്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം. ഇനി ആ ചട്ടിയിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇത്തിരി പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ തേങ്ങയുടെ കൂട്ടിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. മുമ്പൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തേങ്ങ ചൂടാക്കത്തില്ല കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ചൂടാക്കി എടുത്തിട്ട് അരച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തിയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്ക് സംശയമായിരുന്നു. അത്രയ്ക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഉരുട്ടി ഒരു വാഴയിലയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് അത്ര രസം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നല്ല ആവി പറക്കുന്ന ചൂട് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചമ്മന്തി അങ്ങോട്ട് എടുത്ത് ആ ചൂട് ചോറിലേക്ക് ഇട്ട് ഒന്ന് കുഴച്ച് നല്ല ചൂടുണ്ടേ, കുഴച്ച് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തിയും ചോറും. ഇത് മാത്രം മതി. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട. അപ്പോഴേ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങ ഇട്ട സമയത്ത് ഞാൻ കറിവേപ്പില ഉപ്പും കൂടി ചേർത്താണ് അടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അത് മറക്കരുത്.